എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ്, ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. ഒറ്റക്കട എന്നൊരു സ്ഥലത്താണ് നമുക്ക് ചെന്ന് ചേരാനുള്ളത്. നമുക്ക് പോകാം. നമുക്ക് ഈ വഴിയാണ് പോകാനുള്ളത്. ഇതുവഴി കയറാൻ ഭയങ്കര പാടാണ്. വീഴാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം. നേരം വൈകാറായി. നമുക്ക് ഇന്ന് രാത്രി ചെലവിടാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. എനിക്കൊരു സ്ഥലം കിട്ടി. ആ മരമാണ്. നമുക്ക് ഇന്ന് ഈ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങാം. ഇത് നല്ല ഉറപ്പുള്ള മരമാണ്. വീഴുന്ന പ്രശ്നമില്ല. മഴ നനയുകയുമില്ല. എനിക്ക് ആഹാരം ലഭിക്കണം. എന്നാലേ രാത്രി കഴിക്കാൻ പറ്റുകയുള്ളൂ. തീയും വേണം. നമുക്ക് ആഹാരം തേടി പുറപ്പെടാം. അവിടെ ഒരു ഓറഞ്ച് കാണുന്നുണ്ട്. ഒരു ഓറഞ്ച് മരവും കാണുന്നു. എനിക്ക് കിട്ടി. ഇത് നമുക്ക് അവിടെ കൊണ്ടുവച്ച് തിന്നാം. ഇത് അധികം പഴുത്തിട്ടില്ല. ഞാനിത് ബാഗിലിടുകയാണ്. തീ കത്തിച്ചിട്ട് കഴിക്കാം. നമുക്ക് തീ കത്തിക്കാനുള്ള വിറക് ശേഖരിക്കാം. ഇവിടെ കിടക്കുന്ന കരിയിലകൾ നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് ഇത് ഉപയോഗിച്ച് തീ കത്തിക്കാം. നമുക്കിവിടെ തീ കത്തിക്കാൻ കുറച്ച് ഇടിച്ച് നേരെയാക്കാനുണ്ട്. കുറച്ച് മതി. ഇത്ര മതിയാവും. ഇനി നമ്മൾ കരിയില ഇട്ടിട്ട് മീതെ കമ്പുകൾ വെക്കണം. നമുക്ക് കല്ല് കൊണ്ട് ഉരച്ച് തീ കത്തിക്കാം. എന്റെ കയ്യിൽ കുറച്ച് പേപ്പർ ഉണ്ട്. അത് വെച്ച് നമുക്ക് തീ കത്തിക്കാൻ ശ്രമിക്കാം. ഇത് ഓരോന്നായി കീറി വയ്ക്കാം. കല്ല് വെച്ച് വീണ്ടും ശ്രമിക്കാം. തീ കത്തിയിരിക്കുന്നു. നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. നേരം ഇരുട്ടി. ക്യാമറ ലൈറ്റ് ഓൺ ചെയ്യൂ. ഇനി ഓറഞ്ച് തിന്നാം. നമുക്കിത് കഴുകാം. കുളത്തിൽ നിന്ന് എടുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പിറ്റാത്തെടുത്ത് ഇതിന്റെ തൊലി പൊളിക്കാം. തൊലി ഇളക്കുകയാണ്. ഇതിന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. ഇതിന്റെ നീര് കണ്ണിൽ വീണാൽ പിന്നെ കണ്ണ് നീറും. ഇത് കുട്ടികൾക്കാർക്കും ഇതിന്റെ ചാറ് മുഖത്ത് ഒഴിച്ചു കൊടുക്കരുത്. അവർക്ക് കണ്ണ് നീറും. പിന്നെ അവർ കരയാനുള്ള സാധ്യത കൂടുതലാണ്.
നമ്മളിതാ പൊളിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ തിന്നാൻ പോവുകയാണ്. നല്ല രുചിയുണ്ട്. ഇത് ക്യാമറമാൻ താങ്കളും കഴിയും. നല്ല പുളിപ്പുണ്ട്. ഞാൻ തിന്നു കഴിഞ്ഞു. നമുക്കിനി ഉറങ്ങാനുള്ള നേരമാണ്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. നേരം വെളുത്തു കഴിഞ്ഞു. നമുക്ക് യാത്ര പറയാം. നമുക്ക് ഈ ബാഗ് തൂക്കി യാത്ര തുടരാം. ഇവിടെ നല്ലൊരു ഉള്ള സാധനങ്ങളിലൂടെ കളഞ്ഞു പോകാൻ സാധ്യത. അവിടെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. നമ്മൾ ഒറ്റക്കട എന്നുള്ള പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. എന്റെ ദൗത്യം ഇന്ന് അവസാനിക്കുകയാണ്. ടാറ്റാ.